PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു ലഭിക്കാത്തവർക്ക് ആശ്വാസവാർത്ത എത്തിയിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരുന്ന 2000 രൂപ ഇന്ന് പലരുടെയും അക്കൗണ്ടുകളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 13-നാണ് പ്രധാനമന്ത്രി 22ാമത്തെ ഗഡു വിതരണം ആരംഭിച്ചത്. എന്നാൽ ബാങ്ക് നടപടിക്രമങ്ങൾ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പലർക്കും തുക ലഭിച്ചിരുന്നില്ല. അതുപോലെ ഇനിയും തുക ലഭിക്കാത്തവർക്ക് എല്ലാ കാര്യങ്ങളും പൂർത്തിയായതിനു ശേഷവും തുക ലഭിക്കാത്തവർക്ക് ഓൺലൈനായി പരാതി രജിസ്റ്റർ ചെയ്യാം. PM കിസാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് 21ാമത്തെ ഗഡുവും അതുപോലെ 22ാമത്തെ ഗഡുവൊക്കെ മുടങ്ങിയിട്ടുള്ളവരുണ്ട്. ഇവർക്ക് PM കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റ് വഴി ഓൺലൈനായി എങ്ങനെ പരാതി രജിസ്റ്റർ ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ അറിയിപ്പുകളും ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവർക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അതുപോലെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം തുടർന്നുള്ള വിവരങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം എന്നതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ആദ്യമായി pmkisan.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കുക. ഹോം പേജിലെ ഹെൽപ്പ് ഡെസ്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ, മൊബൈൽ നമ്പർ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ പരാതിയുടെ തരം, ഉദാഹരണത്തിന് ഇൻസ്റ്റാൾമെൻറ്റ് നോട്ട് റിസീവ്ഡ് തിരഞ്ഞെടുത്ത് വിവരങ്ങൾ സമർപ്പിക്കുക. പരാതി സമർപ്പിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ടോക്കൺ നമ്പർ ഭാവി ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചു വയ്ക്കുക. പരാതി നൽകുന്നതിന് മുമ്പായി നിങ്ങളുടെ eKYC പൂർത്തിയാണെന്നും ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. വെബ്സൈറ്റിലെ നോ യുവർ സ്റ്റാറ്റസ് ലിങ്ക് വഴി നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കാനും സാധിക്കും. പരാതി നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ക്വയറി ID അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് അതിൻ്റെ അവസ്ഥ ഓൺലൈനായി പരിശോധിക്കാവുന്നതാണ്. ഔദ്യോഗിക വെബ്സൈറ്റിലെ ഹെൽപ്പ് ഡെസ്ക് വിഭാഗത്തിൽ നോ യുവർ ക്വയറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങളുടെ ടോക്കൺ നമ്പറോ ആധാർ നമ്പറോ നൽകിയാൽ പരാതിയിന്മേൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും കാണാൻ സാധിക്കും. പരാതി ന്യായമാണെന്ന് ബോധ്യപ്പെടുകയും സാങ്കേതിക തടസ്സങ്ങൾ മാറുകയും ചെയ്താൽ മുടങ്ങിപ്പോയ ഗഡുക്കൾ അടുത്ത ഘട്ടത്തിലോ അല്ലെങ്കിൽ പ്രത്യേകമായോ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നതാണ്. അർഹരായ കർഷകർക്ക് മുമ്പ് ലഭിക്കാത്ത ഗഡുക്കൾ ഉൾപ്പെടെ ലഭിക്കാൻ അവകാശമുണ്ട്. ഓൺലൈനായി പരാതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അടുത്തുള്ള കൃഷിഭവൻ സന്ദർശിക്കുക. അവിടെയുള്ള അഗ്രികൾച്ചർ ഓഫീസർക്ക് നിങ്ങളുടെ അപേക്ഷാ നില പരിശോധിക്കാനും വേഗത്തിൽ നടപടി സ്വീകരിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്.